ഹലോ, നമ്മൾ ഫൈനൈറ്റ് ഫീൽഡ്സ് എന്ന് പറഞ്ഞ സെക്ഷനായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഫൈനൈറ്റ് ഫീൽഡ്സിൻ്റെ അകത്ത് കുറച്ച് തിയറംസും കുറച്ച് കൊറോളറീസും ഒക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ ഒരു ഡെഫിനിഷൻ പറഞ്ഞു, പ്രിമിറ്റീവ് nth റൂട്ട് ഓഫ് യൂണിറ്റിന്റെ ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ് നമ്മൾ നിർത്തിയ തിയറം എന്ന് പറയുന്നത് എഫ് എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ് എന്ന് വിചാരിക്കുക, ഒരു ഫൈനൈറ്റ് ഫീൽഡാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എഫ് സ്റ്റാർ ഇൻറ്റു എന്ന് പറയുന്ന മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് ദി ഫൈനൈറ്റ് ഫീൽഡ് എഫ് എന്ന് പറയുന്നത് സൈക്ലിക് ആയിരിക്കും. അതിന്റെ പ്രൂഫ് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പം അത് ഒന്ന് റിക്കളക്ട് ചെയ്ത് എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ഇതിന്റെ ഒരു കൊറോളറിയാണ് പഠിക്കാൻ പോകുന്നത്. കൊറോളറി ഇങ്ങനെയാണ് പറയുന്നത്: എ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഇ ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് എഫ് ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ്. ഇതിലെ 3 ടേമുകൾ നമുക്കറിയാം. ഫൈനൈറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് എലിമെന്റ്സ് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു ഫീൽഡാണ്. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് നമ്പർ ആണെങ്കിൽ ഇ എന്ന് പറയുന്നത് എഫിന്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആയിരിക്കും. സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ ഓഫ് എഫ് ഇഫ് ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ. ആൽഫ എന്ന് പറയുന്നത് ഇയിലെ ഒരു എലമെന്റ് ആണ്. ഇ ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ, അതായത് എഫിനെയും ആൽഫയെയും കണ്ടെയ്ൻ ചെയ്യുന്ന ലീസ്റ്റ് ഫീൽഡ് ആണ്, ഏറ്റവും ചെറിയ ഫീൽഡാണ് ഇ എങ്കിൽ അതിനെ സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് പറയും. നമ്മുടെ തിയറം പറയുന്നത് അല്ലെങ്കിൽ കൊറോളറി പറയുന്നത് ഇ എന്ന് പറയുന്നത് എഫിന്റെ ഒരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ആണെങ്കിൽ ഇ ഒരു സിമ്പിൾ എക്സ്റ്റൻഷൻ ആയിരിക്കും എന്നാണ്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. പറയാവുന്ന കാര്യം, ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഓഫ് ഫൈനൈറ്റ് ഫീൽഡ് എഫ് ആണ്. സിൻസ് f is finite and E is a finite extension of f, നമ്മൾ ഈ സെക്ഷനിൽ ആദ്യം പഠിച്ച കാര്യം ഒരു ഫൈനൈറ്റ് ഫീൽഡിന്റെ ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ അഗൈൻ ഫൈനൈറ്റ് ആയിരിക്കും. അതായത് ക്യൂ എലിമെന്റ്സ് ആണ് എഫിൽ ഉള്ളതെങ്കിൽ ഇയിലെ ക്യൂ റേസ് ടു n എലിമെന്റ്സ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ നിന്ന് നമുക്ക് എന്ത് പറയാം? ഇ ഈസ് ഓൾസോ ഫൈനൈറ്റ്. ഈ ഒരു ഫൈനൈറ്റ് ആയിട്ടുള്ള ഫീൽഡ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നേ പറഞ്ഞ തിയറം പ്രകാരം മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ഓഫ് നോൺ സീറോ എലമെന്റ്സ് ഓഫ് എ ഫൈനൈറ്റ് ഫീൽഡ് ഈസ് സൈക്ലിക്. അങ്ങനെയാണെങ്കിൽ ഇ സ്റ്റാർ ഇൻറ്റു എന്ന് പറയുന്നത് സൈക്ലിക് ഗ്രൂപ്പ് ആണ്. സൈക്ലിക് ഗ്രൂപ്പ് ആണെങ്കിൽ ഈ എൻറ്റയർ ഗ്രൂപ്പിനെ ഒരൊറ്റ എലമെന്റ് ആൽഫ എന്ന് പറയുന്ന ഒരൊറ്റ എലമെന്റ് വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ലെറ്റ് ആൽഫ ബി ദ generator of E star. E സ്റ്റാറിലെ എല്ലാ എലമെന്റ്സും നമുക്ക് ആൽഫ വെച്ചിട്ട് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ഇയിലെ എലമെന്റ്സ് എന്ന് പറയുന്നത് ആൽഫയെ കണ്ടെയ്ൻ ചെയ്തതും എഫിനെ കണ്ടെയ്ൻ ചെയ്യുന്നതുമായിട്ടുള്ള ലീസ്റ്റ് ഫീൽഡ് ആയിരിക്കും. കാരണം ഇ സ്റ്റാറിൽ ഇല്ലാത്തതും ഇയിലുള്ളതുമായ ഒരേ ഒരു എലമെന്റേ ഉള്ളൂ, അത് 0 ആണ്. അഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള 0 ആണ്. 0 എഫിൽ എന്തായാലും ഉണ്ട്. അപ്പൊ എഫിനെയും ആൽഫ ജനറേറ്റ് ചെയ്യുന്ന ലീസ്റ്റ് സെറ്റാണ് ഇ സ്റ്റാർ എന്ന് പറയുന്നത്. സോ ആൽഫയെയും എഫിനെയും കണ്ടെയ്ൻ ചെയ്യുന്ന ലീസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നതായിരിക്കും ഇ. സോ ഇ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആൽഫ, വിച്ച് മീൻസ് ഇ ഈസ് എ സിമ്പിൾ എക്സ്റ്റൻഷൻ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇതൊരു കൊറോളറി ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഒരു എക്സാമ്പിൾ ആണ് പറയുന്നത്. എക്സാമ്പിൾ 33.7, പേജ് നമ്പർ 301. അപ്പൊ ഇതിലെ എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ ഒരു ആപ്ലിക്കേഷൻ പോലെ ഒന്ന് സമറൈസ് ചെയ്യാം, സെമിനാർ ആയിട്ട് തരാം. എന്നിട്ട് Z11 എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞത് പ്രകാരം Z11 സ്റ്റാർ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ജനറേറ്ററിനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ജനറേറ്ററിനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രിമിറ്റീവ് 10th റൂട്ട് ഓഫ് യൂണിറ്റി ആയിരിക്കും. ഇതാണ് അവിടെ വരുന്ന സാധനം. അപ്പൊ ഇതൊന്ന് സെമിനാർ ആയിട്ട് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ നിർത്തിയേക്കുന്ന റോൾ നമ്പറിന്റെ നെക്സ്റ്റ് റോൾ നമ്പർ എനിക്ക് തോന്നുന്നു 5 എന്തോ ആണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് സെമിനാർ ആയിട്ട് ചെയ്യാം. എക്സാമ്പിൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. നമ്മൾ ഈ ചാപ്റ്റർ ഈ സെക്ഷൻ തുടങ്ങിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മെയിൻ എയിം എന്ന് പറയുന്നത് ഏതൊരു പി പ്രൈം എടുത്തിട്ടുണ്ടെങ്കിലും പി റൈസ് ടു എൻ ഫോർ എനി ഇൻഡിജർ എൻ, പോസിറ്റീവ് ഇൻഡിജർ എൻ, പി റൈസ് ടു എൻ ഓർഡർ ആയിട്ടുള്ള ഒരു ഫൈനൈറ്റ് ഫീൽഡ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗാൽവാസ് ഫീൽഡ് ഉണ്ട് എന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഈ സെക്ഷന്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. അപ്പൊ അത് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് 2 ലെമ്മാസ് ആവശ്യമുണ്ട്.
ആദ്യത്തെ ലെമ്മ ഇതാണ് പറയുന്നത്, ഇഫ് എഫ് ഈസ് എ ഫൈനൈറ്റ് ഫീൽഡ് ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി വിത്ത് ഓൾജിബ്രൈക് ക്ലോഷർ എഫ് ക്ലോഷർ, then x raised to p raised to n minus x has p raised to n distinct zeros in f closure എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എഫ് ഒരു ഫൈനൈറ്റ് ഫീൽഡ് ആണ് വിത്ത് പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതൊരു എലമെന്റ് എ ഇൻ എഫ് എടുത്തിട്ടുണ്ടെങ്കിൽ പി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 0 ആയിരിക്കും. പിന്നെ എഫ് ക്ലോഷർ എന്ന് പറയുന്നത് ഓൾജിബ്രൈക് ക്ലോഷർ ഓഫ് എഫ് എന്നാണ് പറയുന്നത്. ദാറ്റ് മീൻസ് എഫിൽ ഓൾജിബ്രൈക് ആയിട്ടുള്ള എലമെന്റ്സിന്റെ കളക്ഷനെയാണ് എഫ് ക്ലോഷർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, എഫ് ക്ലോഷർ എന്ന് പറയുന്നത് ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ്. ഇനി പ്രൂവ് ചെയ്യേണ്ടത് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സിന് പി റേസ് ടു എൻ ഡിസ്റ്റിങ്ക്ട് സീറോസ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഒരു കാര്യം നമുക്കറിയാം, എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സിന് അറ്റ്മോസ്റ്റ് പി റേസ് ടു എൻ സീറോസ് ആണ് ഉണ്ടാവുക. അപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എക്സാക്ട്ലി പി റേസ് ടു എൻ സീറോസ് ഉണ്ടെന്നാണ്. അതായത് 2 പ്രാവശ്യം ഒരു സീറോ വരുന്നില്ല, ഒരു സീറോയുടെയും മൾട്ടിപ്ലിസിറ്റി 1ൽ കൂടുതൽ വരുന്നില്ല എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. നമുക്ക് അറിയാവുന്ന കാര്യം എഫ് ക്ലോഷർ ഓൾജിബ്രൈക് ക്ലോഷർ ഓഫ് എഫ് ആണ്. സോ പ്രൂഫ് എഴുതുവാണെങ്കിൽ എഫ് ക്ലോഷർ എന്ന് പറയുന്ന എഫ് ക്ലോഷർ ഈസ് ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ്. ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഫീൽഡ് ആണ് എഫ് ക്ലോഷർ എന്ന് പറയുന്നത്. എഫ് ക്ലോഷർ ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു ഫീൽഡ് ഓൾജിബ്രൈക്ലി ക്ലോസ്ഡ് ആണെങ്കിൽ അതിൽ ഏത് പോളിനോമിയൽ എടുത്തിട്ടുണ്ടെങ്കിലും എഫ് ക്ലോഷർ ഓഫ് എക്സിലെ ഏത് പോളിനോമിയൽ എടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ ലീനിയർ ഫാക്ടേഴ്സ് ആയിട്ട് നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് ക്യാൻ ബി ഫാക്ടറൈസ്ഡ് ഇൻടു ലീനിയർ ഫാക്ടേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ആൽഫ 1 ഇൻറ്റു എക്സ് മൈനസ് ആൽഫ 2 ഇൻറ്റു എക്സെട്ര എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. വേർ ആൽഫ 1 ആൽഫ 2 എക്സെട്ര ആർ ദ സീറോസ് ഓഫ് ദിസ് പോളിനോമിയൽ. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഒരു കാര്യം മാത്രം പ്രൂവ് ചെയ്താൽ മതി. ഇത്തരത്തിലുള്ള ലീനിയർ ഫാക്ടേഴ്സ് എക്സ് മൈനസ് ആൽഫ 1 അല്ലെങ്കിൽ എക്സ് മൈനസ് ആൽഫ 2 എന്ന് പറയുന്ന ലീനിയർ ഫാക്ടേഴ്സ് ഒരു പ്രാവശ്യം മാത്രമാണ് ഈ ഫാക്ടറൈസേഷനിൽ വരുന്നത് എന്നാണ് എന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് നമ്മുടെ പ്രൂഫായിട്ട് മാറും. ഈ ഒരു പോളിനോമിയലിന്റെ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന ഈ ഒരു പോളിനോമിയലിന്റെ ഒരു സീറോ നമുക്ക് അറിയാവുന്നതാണ്. അത് നമ്മുടെ ആഡിറ്റീവ് ഐഡന്റിറ്റി ആയിട്ടുള്ള സീറോ ആണ്. വി നോ ദാറ്റ് സീറോ ഈസ് എ സീറോ ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. ഇനി എ എന്ന് പറയുന്നത് ഒരു പോളിനോമിയലിന്റെ സീറോ ആണെങ്കിൽ എക്സ് മൈനസ് എ അതിന്റെ ഒരു ഫാക്ടർ ആയിരിക്കും. അത് നമുക്കറിയാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 മൈനസ് 1. എക്സ് ഈക്വൽ ടു 0 ഇതിന്റെ ഒരു ഫാക്ടർ ആണ്, ഇതിന്റെ ഒരു റൂട്ടാണ് അല്ലെങ്കിൽ ഒരു സീറോ ആണ്. സോ എക്സ് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ഫാക്ടർ ആയിട്ട് വരും. ഇനി ലെറ്റ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 ബി എ സീറോ ഓഫ് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ്. അപ്പൊ ഈ ഒരു പോളിനോമിയലിന്റെ ഒരു സീറോ ആണ് ആൽഫ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഈ ഒരു പോളിനോമിയലിന്റെ ഒരു സീറോ ആയിട്ട് വരും ആൽഫ. സോ ആൽഫ ഈസ് എ സീറോ ഓഫ് നമുക്ക് ആ ഒരു പോളിനോമിയലിന് എഫ് ഓഫ് എക്സ് എന്ന് വിളിക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 മൈനസ് 1. ആൽഫ എഫ് ഓഫ് എക്സിന്റെ സീറോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് മൈനസ് ആൽഫ ഈസ് എ ഫാക്ടർ ഓഫ് എഫ് ഓഫ് എക്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കാം ലോഡ് ഡിവിഷൻ വഴി. നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എക്സ് മൈനസ് ആൽഫ എഫ് ഓഫ് എക്സിന്റെ ഫാക്ടർ ആവുന്നത് ഒരൊറ്റ പ്രാവശ്യമാണ് എന്നാണ്. അപ്പൊ നമ്മൾ ലോങ് ഡിവിഷൻ മെത്തേഡ് വഴി നമ്മൾ സാധാരണ പോളിനോമിയൽസ് ഡിവൈഡ് ചെയ്യുന്നത് പോലെ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ആൽഫ. സോ ഇവിടെ എക്സ് റേസ് ടു പി റേസ് ടു p raised to n minus 2 minus alpha into
x raised to p raised to n minus 2. So ഇവിടെ x raised to p raised to n minus 1 minus x raised to p raised to n minus 2 എന്ന് കിട്ടും. That is alpha into x raised to p raised to n minus 2. പിന്നെ ഇവിടെ x raised to p raised to n minus 2 എന്ന് പറയുന്ന ടേമിന് കോഎഫിഷ്യന്റ് 0 ആണ്. സോ ഇവിടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലസ് ആൽഫ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് ആൽഫ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 മൈനസ് ആൽഫ സ്ക്വയർ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 3 എന്ന് കിട്ടും. ഇത് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. ഇത് താഴോട്ട് നമ്മളിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലാസ്റ്റ് ടേം എന്ന് പറയുന്നത് ഈ -1ന്റെ ടേം എന്ന് പറയുന്നത് നമുക്ക് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 എന്ന് കിട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ പി റേസ് ടു എൻ -1 ടേംസ് ഉണ്ട് ആക്ച്വലി മൊത്തം. ഇവിടെ എക്സിന്റെ പവർ പി റേസ് ടു എൻ മൈനസ് 2 നിന്ന് 0യിലേക്ക് എത്തുന്നു. വിച്ച് മീൻസ് ടോട്ടൽ സമ്മൻസ് എന്ന് പറയുന്നത് പി റേസ് ടു എൻ -1 ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ചെയ്തത് എഫ് ഓഫ് എക്സിനെ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് ആൽഫ ചെയ്തു. അപ്പൊ നമുക്ക് ജി ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ കിട്ടി. ജി ഓഫ് എക്സിന് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 പ്ലസ് ആൽഫ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 3 പ്ലസ് ആൽഫ സ്ക്വയർ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് 4 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2. ഇതില് ടോട്ടൽ പി റേസ് ടു എൻ മൈനസ് 1 സമ്മൻസ് ഉണ്ട്. ജി ഓഫ് എക്സ് ഹാസ് പി റേസ് ടു എൻ മൈനസ് 1 സമ്മൻസ്. അത്രയും ടേംസ് ആണ് ഈ ഒരു പോളിനോമിയലിൽ വരുന്നത്. ഇനി നമ്മള് ജി ഓഫ് ആൽഫ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ജി ഓഫ് ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 പ്ലസ് ആൽഫ ഇൻറ്റു ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2. അതായത് ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 പ്ലസ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് -2 തന്നെ കിട്ടും. പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ പി റേസ് ടു എൻ മൈനസ് 1 സമ്മൻസ് ആണുള്ളത്. സോ പി റേസ് ടു എൻ മൈനസ് 1 ഇൻറ്റു ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2. ഇനി ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 എന്ന് പറയുന്ന ടേം കൺസിഡർ ചെയ്യുക. ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 2 ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് 1 ഡിവൈഡഡ് ബൈ ആൽഫ. ഇനി നമുക്ക് അറിയാവുന്ന ഒരു കാര്യം ആൽഫ എന്ന് പറയുന്നത് എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സിന്റെ 0 ആണെന്നാണ്. ദാറ്റ് മീൻസ് ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് ആൽഫ ഈക്വൽ ടു 0 അല്ലെങ്കിൽ ആൽഫ റേസ് ടു പി റേസ് ടു എൻ മൈനസ് ഈക്വൽ ടു ആൽഫ അല്ലെങ്കിൽ ആൽഫ റേസ് ടു പി റേസ് ടു എൻ ഡിവൈഡഡ് ബൈ ആൽഫ ഇസ് ഈക്വൽ ടു 1 or alpha raised to p raised to n minus 1 is equal to 1. So ഈ റിസൾട്ട് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്താൽ this is equal to 1 by alpha എന്ന് കിട്ടും. Which means g of alpha is equal to p raised to n minus 1 into 1 by alpha. So this is equal to p raised to n into 1 by alpha minus 1 by alpha. ഇനി നോക്കുക, ഈ ഒരു ഫീൽഡിന്റെ ക്യാരക്ടറിസ്റ്റിക് പ്രൈം ആണ്, പി എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞു. സോ പി ഇൻറ്റു എനി നമ്പർ ഈക്വൽ ടു 0 ആണ്. പി റേസ് ടു എൻ ഇൻറ്റു എനി നമ്പർ അഗെയിൻ 0 ആയിരിക്കും. സോ ഇവിടെ പി റേസ് ടു എൻ ഇൻറ്റു 1 ബൈ ആൽഫ, ഫീൽഡിന്റെ എലമെന്റ് ആണ് 1 ബൈ ആൽഫ. സോ ഇത് 0 കിട്ടും. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് 1 ബൈ ആൽഫ. മൈനസ് 1 ബൈ ആൽഫ ഒരിക്കലും 0 ആവില്ല. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞൊരു പോളിനോമിയൽ എടുത്തു. എഫ് ഓഫ് എക്സിനെ എക്സ് മൈനസ് ആൽഫ വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ കിട്ടിയേക്കുന്ന പോളിനോമിയലാണ് ജി ഓഫ് എക്സ്. ജി ഓഫ് എക്സിന്റെ 0 അല്ല ആൽഫ എന്ന് കിട്ടി. എന്ന് വെച്ചാൽ ആൽഫ എന്ന് പറയുന്നത് നമ്മുടെ എക്സ് റേസ് ടു പി റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിന്റെ 0 ആയിട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രമേ വരുന്നുള്ളൂ. ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് ബാക്കി കിട്ടിയേക്കുന്ന പോളിനോമിയലിന് ആൽഫ എന്ന് പറയുന്നത് 0 ആയിട്ട് വരുന്നില്ല.
Thus alpha is a zero of f of x with the multiplicity 1 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൾട്ടിപ്ലിസിറ്റി 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ implies x raised to p raised to n minus x has ആൽഫ നമ്മൾ റാൻഡം ആയിട്ട് ആർബിട്രറി ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ ഹാസ് p raised to n distinct zeros in f closure. ഇതാണ് ഈ ലെമ്മ പറയുന്നത്. ഒരു ഓൾജിബ്രൈക് ക്ലോഷർ ഓഫ് എ ഫീൽഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ എലമെന്റ്സ് അതിൽ എക്സ് റൈസ് ടു പി റൈസ് ടു എൻ മൈനസ് എക്സിന്റെ പി റൈസ് ടു എൻ ഡിസ്റ്റിങ്ക്ട് സീറോസും അതിലെ എലമെന്റ്സ് ആയിരിക്കും എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ലെമ്മ എന്ന് പറയുന്നത് ഇഫ് എഫ് ഈസ് എ ഫീൽഡ് ഓഫ് പ്രൈം ക്യാരക്ടറിസ്റ്റിക് പി then alpha plus beta raised to p raised to n is equal to alpha raised to p raised to n plus beta raised to p raised to n for all alpha beta and all positive integers n. ഇത് നമ്മൾ പ്രൂവ് ചെയ്തത് ഇൻഡക്ഷൻ വഴിയാണ്. സോ പ്രൂഫ് ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു ഫീൽഡിൽ എലമെന്റ്സ് ആണ് ആൽഫ ബീറ്റ എന്ന് വിചാരിക്കുക. Then alpha plus beta whole raised to p by binomial expansion. ഇവിടെ നമ്മൾ n equal to 1 ആണ് കൊടുത്തിരിക്കുന്നത്. Let n equal to 1. Binomial expansion പ്രകാരം this is equal to alpha raised to p plus pc1 alpha raised to p minus 1 beta plus etc plus pcp beta raised to p. അല്ലെങ്കിൽ this is equal to alpha raised to p plus p into alpha raised to p minus 1 into beta. നമുക്കറിയാം NCR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ n into n minus 1 into etc n minus r വരെ ചെയ്യാം. താഴെ എന്ന് പറയുന്നത് 1 into 2 into etc r വരെ ചെയ്യാം. അതാണ് NCRന്റെ ഫോർമുല എന്ന് പറയുന്നത്. സോ ഇവിടെ നമുക്ക് p എന്ന് കിട്ടും. p into alpha raised to p minus 1 into beta എന്ന് കിട്ടും. നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് നമുക്ക് p into p minus 1 divided by 2 into 1 into alpha raised to p minus 2 into beta square എന്ന് കിട്ടും. പ്ലസ് എക്സെട്ര പ്ലസ് pcp എന്ന് പറയുന്നത് 1 ആണ്. സോ beta raised to p. ഇനി നമുക്കറിയാവുന്ന കാര്യം എഫിന്റെ ക്യാരക്ടറിസ്റ്റിക് പി ആണ്. ക്യാരക്ടറിസ്റ്റിക് പി ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പി ഇൻറ്റു എനി നമ്പർ അത് 0 ആയിരിക്കും. സോ ഈ ടേമുകളിലെല്ലാം പി ഇൻറ്റു ഒരു നമ്പർ ആണ് വരുന്നത്. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു പി പ്ലസ് 0 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് പി ഇല്ലാതെ വരുന്ന ടേം ബീറ്റ റൈസ് ടു പി ആണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റൈസ് ടു പി പ്ലസ് ബീറ്റ റൈസ് ടു പി. സോ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് n equal to 1 in true ആണ്. So n equal to 1 is true. As that n equal to n minus 1 in true ആണ് നമ്മൾ assume ചെയ്യാം. k equal to n minus 1 in true ആണെന്ന് assume ചെയ്യാം. That is alpha plus beta raised to p raised to n minus 1 is equal to alpha raised to p raised to n minus 1 plus beta raised to p raised to n minus 1. Now alpha plus beta whole raised to p raised to n is equal to alpha plus beta whole raised to p raised to n minus 1 whole raised to p. ഇത് നമ്മൾ ചെയ്യുക ഇൻറ്റു പി ആണ്. p raised to n minus 1 ഇൻറ്റു പി എന്ന് പറയുമ്പോൾ p raised to n minus 1 plus 1 that is p raised to n എന്ന് വരും. സോ ഇത് ശരിയാണ്. സോ ദിസ് ഇസ് ഈക്വൽ ടു alpha raised to p raised to n minus 1 plus beta raised to p raised to n minus 1 by our assumption whole raised to p. ഇനി നമ്മൾ n equal to 1 ന് ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്തതാണ്. സോ ദിസ് ഇസ് alpha raised to p raised to n minus 1 whole raised to p plus beta raised to p raised to n minus 1 whole raised to p. That is this is equal to alpha raised to p raised to n plus beta raised to p raised to n. So n minus 1 ന് ട്രൂ ആണെങ്കിൽ n ന് ട്രൂ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. So by induction the statement is true.
നമ്മൾ 2 ലെമ്മാസ് ഇതുവഴി പ്രൂവ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ തിയറത്തിലേക്ക് പോവുകയാണ്. എ ഫൈനൈറ്റ് ഫീൽഡ് GF ഗാൽബാസ് ഫീൽഡ് ആണ്. GF ഓഫ് p⁻n of p⁻n elements exist for every prime number p. ഏതൊരു പ്രൈം നമ്പർ പ്രൈം പവർ p⁻n എടുത്തിട്ടുണ്ടെങ്കിലും ആ ഓർഡർ ഉള്ള ഒരു ഫൈനൈറ്റ് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. ഇനി ഇതിന്റെ പ്രൂഫിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൂഫ് നമ്മൾ ലെറ്റ് കൺസിഡർ സെഡ് പി എന്ന് പറയുന്ന ഫീൽഡ് കൺസിഡർ ചെയ്യാം. സെഡ് എന്നിൽ പി എൻ എന്ന് പറയുന്നത് ഒരു പ്രൈം ആണ്, പി ആണെന്നുണ്ടെങ്കിൽ അതൊരു ഫീൽഡ് ആയിരിക്കും നമുക്കറിയാം. സോ ലെറ്റ് സെഡ് പി കൺസിഡർ സെഡ് പി ആൻഡ് ലെറ്റ് സെഡ് പി ക്ലോഷർ be an algebraic closure of set p. set p യുടെ ഒരു algebraic closure കൺസിഡർ ചെയ്യുക, set p closure. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം അറിയാം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെമ്മയിൽ പറഞ്ഞിട്ടുള്ളത് set p ക്ലോഷറിന്റെ അകത്ത് x⁻n - x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ ഡിസ്റ്റിങ്ക്ട് സീറോസ് ഉണ്ടാവും എന്ന് നമുക്കറിയാം. So let K be the subset of all zeros of x⁻n - x in set p closure. set p closureലെ zeros of this polynomialന്റെ കളക്ഷൻ ആയിട്ട് നമ്മൾ K നെ എടുക്കുന്നു. നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് K ഒരു ഫീൽഡ് ആണെന്നാണ്. Kയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് p⁻n ആയിരിക്കും, അത് നമുക്കറിയാം. കാരണം നമ്മൾ ആദ്യത്തെ ലെമ്മയിൽ പ്രൂവ് ചെയ്തു ഇതിന് ഡിസ്റ്റിങ്ക്ട് p⁻n എലമെന്റ്സ് ഉണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. സോ Kയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് p⁻n ആയിരിക്കും. ഇനി നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത് K ഫീൽഡ് ആണെന്നാണ്. ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു F. ആൽഫ ബീറ്റ ബിലോങ്സ് ടു K. Kയിലെ എലമെന്റ്സ് ആണ് ആൽഫ ആൻഡ് ബീറ്റ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആൽഫ പ്ലസ് ബീറ്റ Kയിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. ആൽഫ പ്ലസ് ബീറ്റ Kയിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ അതിന്റെ അർത്ഥം ആൽഫ പ്ലസ് ബീറ്റ ഈ പോളിനോമിയലിന്റെ സീറോ ആണെന്ന് പ്രൂവ് ചെയ്യണം. സോ ലെറ്റ് ആൽഫ പ്ലസ് ബീറ്റ ഹോൾ റേസ് ടു p⁻n. ഇത് നമ്മൾ തൊട്ട് മുന്നത്തെ ലെമ്മ പഠിച്ചത് പ്രകാരം ആൽഫ പ്ലസ് ബീറ്റ ആൽഫ റേസ് ടു p⁻n പ്ലസ് ബീറ്റ റേസ് ടു p⁻n ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ പ്ലസ് ബീറ്റ ഹോൾ റേസ് ടു p⁻n മൈനസ് ആൽഫ പ്ലസ് ബീറ്റ is equal to ആൽഫ റേസ് ടു p⁻n പ്ലസ് ബീറ്റ റേസ് ടു p⁻n മൈനസ് ആൽഫ മൈനസ് ബീറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു p⁻n മൈനസ് ആൽഫ പ്ലസ് ബീറ്റ റേസ് ടു p⁻n മൈനസ് ബീറ്റ. നമുക്ക് ഒരു കാര്യം അറിയാം, ആൽഫയും ബീറ്റയും Kയിലെ എലമെന്റ്സ് ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൽഫയും ബീറ്റയും x⁻n മൈനസ് x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോസ് ആണ്. സോ ഇതും സീറോ എന്ന് കിട്ടും, ഇതും സീറോ എന്ന് കിട്ടും. വിച്ച് മീൻസ് ആൽഫ പ്ലസ് ബീറ്റ എന്ന് പറയുന്നത് x⁻n മൈനസ് x എന്ന് പറയുന്ന പോളിനോമിയലിന്റെ സീറോ ആണ്. സോ ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു K. ആൽഫ പ്ലസ് ബീറ്റ Kയിലുണ്ടെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ആൽഫ ഇൻറ്റു ബീറ്റ Kയിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. ആൽഫ ഇൻറ്റു ബീറ്റ റേസ് ടു p⁻n മൈനസ് ആൽഫ ബീറ്റ കൺസിഡർ ചെയ്യുക. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ റേസ് ടു p⁻n ബീറ്റ റേസ് ടു p⁻n മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ. ആൽഫ എന്ന് പറയുന്നത് ആ പോളിനോമിയലിന്റെ സീറോ ആണ്. വിച്ച് മീൻസ് ആൽഫ റേസ് ടു p⁻n മൈനസ് ആൽഫ ഈക്വൽ ടു സീറോ, അല്ലെങ്കിൽ ആൽഫ റേസ് ടു p⁻n ഈക്വൽ ടു ആൽഫ. അതേപോലെ ബീറ്റ റേസ് ടു p⁻n ഈക്വൽ ടു ബീറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ മൈനസ് ആൽഫ ബീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു സീറോ. വിച്ച് മീൻസ് ആൽഫ ബീറ്റ ഓൾസോ ബിലോങ്സ് ടു K. അപ്പൊ ആൽഫ പ്ലസ് ബീറ്റയും ആൽഫ ഇൻറ്റു ബീറ്റയും Kയിലുണ്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി ലെറ്റ് ആൽഫ Kയിലുണ്ടെങ്കിൽ മൈനസ് ആൽഫ Kയിലുണ്ടെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ മൈനസ് ആൽഫ റേസ് ടു p⁻n കൺസിഡർ ചെയ്യാം. സോ ദിസ് ഇസ് ഈക്വൽ ടു മൈനസ് ആൽഫ റേസ് ടു p⁻n എന്ന് പറഞ്ഞാൽ -1 റേസ് ടു p⁻n ഇൻറ്റു ആൽഫ റേസ് ടു p⁻n. ഇത് ആൽഫയാണ് നമുക്കറിയാം. സോ ദിസ് ഇസ് ഈക്വൽ ടു -1 റേസ് ടു p⁻n ഇൻറ്റു ആൽഫ. ഇനി p എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്.
ഈ പ്രൈം നമ്പർ ഒന്നുകിൽ ഓഡ് ആവാം അല്ലെങ്കിൽ 2 ആവാം. കാരണം ഒരേ ഒരു ഈവൻ പ്രൈം നമ്പർ എന്ന് പറയുന്നത് 2 ആണല്ലോ. സോ പി എന്ന് പറയുന്നത് ഒന്നുകിൽ ഓഡ് ആയിരിക്കും അല്ലെങ്കിൽ 2 ആയിരിക്കും. ഇനി പി ഓഡ് ആണെന്ന് വിചാരിക്കുക. പി ഓഡ് ആണെങ്കിൽ -1 raised to p raised to n എന്ന് പറയുന്നത് -1 ആയിരിക്കും. ഇഫ് p is odd, then -1 raised to p raised to n is equal to -1. ഇനി suppose p equal to 2. If p equal to 2, then -1 raised to p raised to n is equal to 1 ആയിരിക്കും. പക്ഷേ നമ്മൾ എടുക്കുന്ന ഫീൽഡ് സെറ്റ് പി എന്ന് പറയുന്ന ഫീൽഡ് സെറ്റ് 2 ആയിട്ട് മാറും. സെറ്റ് 2നകത്ത് 1ഉം -1ഉം ഈക്വൽ ആണെന്ന് നമുക്കറിയാം. സോ ഇവിടെ ഈ കേസിൽ നമുക്ക് 1 is equal to -1 എന്ന് എഴുതാൻ വേണ്ടി പറ്റും. സിൻസ് 1 equal to -1 in set 2. നമ്മൾ എടുക്കുന്ന ഫീൽഡ് സെറ്റ് 2 ആയിട്ട് മാറുന്നതുകൊണ്ട്. സോ രണ്ട് കേസിലും ഇത് -1 ആണ്. സോ -alpha raised to p raised to n is equal to -alpha എന്ന് കിട്ടും. അല്ലെങ്കിൽ -alpha raised to p raised to n minus alpha equal to 0, which means -alpha belongs to k. -alpha എന്ന് പറയുന്നത് നമ്മുടെ പോളിനോമിയലിന്റെ ഒരു 0 ആണ്. സോ -alpha belongs to k എന്ന് കിട്ടും. അപ്പൊ അഡിറ്റീവ് ഇൻവേഴ്സ് പറഞ്ഞു, മൾട്ടിപ്ലിക്കേഷനിൽ ക്ലോസ്ഡ് ആണ്, അഡിഷനിൽ ക്ലോസ്ഡ് ആണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ അഡിറ്റീവ് ഐഡന്റിറ്റി 0ഉം 1ഉം അതിലുണ്ടെന്ന് നമുക്ക് ഒബ്വിയസ് ആയിട്ട് പറയാം. സിൻസ് 0 and 1 are the zeros of x raised to p raised to n minus x, 0, 1 belongs to k. ഇത് രണ്ടും കെയിലെ എലമെന്റ്സ് തന്നെയായിരിക്കും. ഇനി മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സിന്റെ കാര്യം കൂടെ പ്രൂവ് ചെയ്താൽ മതി. 1/alpha raised to p raised to n is equal to 1/alpha raised to p raised to n. alpha raised to p raised to n എന്ന് പറയുന്നത് ആൽഫയാണ്. സോ 1/alpha അല്ലെങ്കിൽ 1/alpha raised to p raised to n minus 1/alpha equal to 0, which means 1/alpha belongs to k. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സും കെയിലുണ്ട് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. വിച്ച് മീൻസ് കെ ഇസ് എ ഫീൽഡ്. കെ ഒരു ഫീൽഡ് ആണെന്ന് നമുക്ക് കിട്ടും. ആൻഡ് ഓൾസോ കെ ഇസ് എ സബ് ഫീൽഡ് ഓഫ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, കെ ഇസ് എ സബ് ഫീൽഡ് ഓഫ് സെറ്റ് പി ക്ലോഷർ. സെറ്റ് പി ക്ലോഷറിന്റെ ഒരു സബ് ഫീൽഡ് ആയിരിക്കും. ഓൾസോ കെയിലെ നമ്പർ ഓഫ് എലമെന്റ്സ് p raised to n ആയിരിക്കും. കെ ഒരു ഫീൽഡ് ആണ്. സോ നമുക്ക് എന്ത് പറയാം, p raised to n എലമെന്റ്സ് ഉള്ള ഗാൽവാസ് ഫീൽഡ് ആണ് കെ എന്ന് പറയാം. സോ ഏതൊരു p എടുത്തിട്ടുണ്ടെങ്കിലും ആ p raised to n ഓർഡർ ഉള്ള ഒരു ഫീൽഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. കെ ഇസ് എ ഫീൽഡ് ഓഫ് ഓർഡർ p raised to n. ഈ ഒരു പോളിനോമിയലിന്, ഈ ഒരു ഫീൽഡിനെ നമുക്ക് ഗാൽവാസ് ഫീൽഡ് ഓഫ് ഓർഡർ p raised to n എന്ന് വിളിക്കാൻ വേണ്ടി പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ഇത്തരത്തിലുള്ള ഫീൽഡുകളെല്ലാം ഐസോമോർഫിക് ആയിരിക്കും. അതായത് p raised to n ഓർഡർ ഉള്ള അപ് ടു ഐസോമോർഫിസം ഒരു ഫീൽഡുകളിലെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അപ് ടു ഐസോമോർഫിസം ഈ ഫീൽഡുകളെല്ലാം ഒരേപോലെയാണ്. അതായത് എല്ലാം ഐസോമോർഫിക് ആണ് എന്നാണ് നമ്മൾ നെക്സ്റ്റ് ഇനി പ്രൂവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്.